ഇന്നലെ എനിക്ക് കപ്പ് കിട്ടിയ സമയത്ത് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആരുടെ മുഖത്തൊക്കെയാണെന്ന് ഞാൻ കണ്ടു. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനി. എന്റെ യൂട്യൂബ് ചാനലാ. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. എനിക്ക് ഇങ്ങനെ നടക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇതെന്റെ ചേച്ചി. ക്ഷമിക്കണം കേട്ടോ. ഞങ്ങള് ടോമാഞ്ചേരി കൊമ്പായിരുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എങ്ങനെ കഴിക്കും? ഉണ്ണിയപ്പം തട്ടെ. ഉണ്ണിയപ്പം എവനാണ് ചേച്ചി എന്റെ ബെഡിൽ വെള്ളം ഒഴിച്ച? എന്റെ ബെഡിൽ വെള്ളം, ഇത് എന്റെ ബെഡാണ്. അയ്യോ വേണ്ട വേണ്ട, വെറുതെ ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ തീർന്നു. ഞാൻ മറന്നിട്ടില്ലടാ. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആ എന്റെ ഉദ്ഘാടന റാണി, ഉദ്ഘാടനത്തിൽ നീ മുട്ട എറി, നീ എന്തൊക്കെ പറഞ്ഞു തന്നെ ഓർമ്മയുണ്ടല്ലേ? ഞാനൊക്കെ മറന്നിരിക്കുകയായിരുന്നു. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഓരോന്നായിട്ട് എടുക്കട്ടെ, എപ്പിസോഡ് കാണട്ടെ മോനെ. കഴിക്കടാ ഉണ്ണിയപ്പം. എത്ര ഇടി വെട്ടണു, അതിലൊരെണ്ണം തരില്ല. ഇടിവെട്ട് കഴിച്ച കരിഞ്ഞു പോകും. ഇന്നലെ എനിക്ക് കപ്പ് കിട്ടിയ സമയത്ത് ഇവൻ എന്താ പറയണ്ടേ, ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല. എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആരുടെ മുഖത്തൊക്കെയാണെന്ന് ഞാൻ കണ്ടു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് എനിക്ക് പുതിയ കാറ്, ഇന്നത്തെ ഗിഫ്റ്റ്. ഞാൻ എല്ലാ മലയാളികളോടും ക്ഷമ ചോദിക്കാറുന്നു. കാരണം എനിക്ക് ജീവിക്കണം. അനുമോളുടെ ഫാൻസ് തന്നെ കല്ലെറിയരുത്, മുട്ടെറിയരുത്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.